ഹലോ ആൻഡ് വെൽക്കം. ഓസ്കി വിത്ത് വിമൽ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ ഓസ്കിക്കകത്ത് ഞാൻ കുറച്ച് നാളായിട്ട് ഓസ്ട്രേലിയൻ ഓസ്കിയെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. റീസെൻ്റ്ലി കുറച്ച് കുട്ടികൾ പാസ്സായി. കാരണം ഒരു 2 മാസം മുമ്പ് നടന്ന എക്സാമിനേഷൻ്റെ അകത്ത് വളരെ ടഫായിരുന്നു. പല ട്രെയിനിങ് സെൻറ്റേഴ്സിൻ്റെയും സക്സസ് റേറ്റ് വളരെ മോശമാണ്. പിള്ളേർക്കെല്ലാം ഭയങ്കര ഹാർഡായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സ്റ്റുഡൻസ് എല്ലാം ഭയങ്കര പ്രഷറിലായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടികൾ മജോറിറ്റി പാസ്സായി. അപ്പം അതിൻ്റെ അകത്ത് ഉള്ളൊരു ഹാപ്പിനെസ് ഷെയർ ചെയ്തുകൊണ്ട് ഈ ഓസ്ട്രേലിയൻ ഓസ്കിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഓസ്കിക്ക് അകത്തെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയൻ ഓസ്കിയുടെ ഹാൻഡ് ബുക്ക്, അവിടെ തന്നെ ഹാൻഡ് ബുക്ക് തന്നിട്ടുണ്ട്. ആ ഹാൻഡ് ബുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി ഈ ഓസ്ട്രേലിയൻ ഓസ്കിയുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാൻ 3 ഓസ്കി പഠിപ്പിക്കുന്നുണ്ട്. UK ഓസ്കി ഉണ്ട്, ഐറിഷ് ആപ്റ്റ്യൂഡ് ഉണ്ട്, ഒരു ഓസ്ട്രേലിയൻ ഓസ്കി ഉണ്ട്. ബേസിക്കലി ഇതെല്ലാം UK ഓസ്കിക്കകത്ത് വരുന്ന സാധനമാണ്. അവരുടെ സംഭവങ്ങൾ മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ഓസ്ട്രേലിയക്കാരും ഈ അയർലൻഡുകാരും ഒക്കെ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അവർക്കത് നേരിട്ട് റിവീൽ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് അവർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ സംഭവം നമുക്ക് എങ്ങനെയാണ് ഈ ഓസ്കി വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ഓസ്ട്രേലിയൻ ഓസ്കിയുടെ അവരുടെ ഒബ്ജക്റ്റീവ് സ്ട്രക്ചർ ക്ലിനിക്കൽ എക്സാമിനേഷൻ അവരുടെ കാൻഡിഡേറ്റ് ഹാൻഡ് ബുക്ക് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ 1 by 1 ആയിട്ട് ഹാൻഡ് ബുക്കിൻ്റെ പോയിന്റ്സിലേക്ക് പോകാം കേട്ടോ. പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഓസ്ട്രേലിയൻ ഓസ്കിയുടെ പ്ലാറ്റ്ഫോം, അതിലെങ്ങനെയാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടതെന്ന് അവരെന്താണ് പറയുന്നത്, അവരുടെ എക്സ്പെക്റ്റേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ പേജ് ഉണ്ട്. ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. എന്താണ് ഈ കണ്ടന്റ് അകത്തുള്ളതെന്നാണ് നമുക്ക് ചോദിക്കുന്നത്. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത് അടുത്തത് തന്നെയാണ്. പിന്നെ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ടേംസ്, ഓസ്ട്രേലിയൻ ഓസ്കിക്കകത്ത് യൂസ് ചെയ്യുന്ന ടേംസിനെ പറ്റി അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ആഫ്ര, ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി. അതുപോലെ ആഫ്ര ഇൻവിജിലേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിനേഷൻ ടീം മെമ്പർ, അതായത് ദോസ് ഹു ആർ കണ്ടക്ടിങ് ദി എക്സാമിനേഷൻ, ദാറ്റ്സ് കോൾഡ് ആഫ്ര ഇൻവിജിലേറ്റർ. അതുപോലെ അഡിലൈഡ് ഹെൽത്ത് സിമുലേഷൻ ലാബ്, AHS എന്നാണ് അവർ അതിൻ്റെ അക്രോണിം പറയുന്നത്. IQNM, ഇന്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സ് ആൻഡ് മിഡ്വൈഫ്. അതുപോലെ IQNM എക്സാം ടീം എന്ന് പറഞ്ഞിട്ടുള്ള ആഫ്ര എക്സാം ടീം മെമ്പർ ആയിട്ടുള്ള ആൾക്കാരാണ്. മാനിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി മാനിക്കൻ, അതായത് നമ്മളുടെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു മാനിക്കൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് ലൈഫ് സൈസ്ഡ് അനാറ്റമിക്കൽ ഹ്യൂമൻ മോഡൽ portraying the role of a patient. MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ, NCLEX RN മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ. അതുപോലെ NMBA നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് ഓസ്ട്രേലിയ, ഓസ്ട്രേലിയക്ക് രജിസ്ട്രേഷൻ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ത്യയൊക്കെ പുതിയതൊന്നുമല്ല, അവർക്ക് ഇതൊക്കെ പഴയതാണ്, പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ആ പേജ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാർട്ടായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അതുപോലെ ഓസ്കി ഒബ്ജക്റ്റീവ് സ്ട്രക്ചർ ക്ലിനിക്കൽ എക്സാമിനേഷൻ, RN ഓസ്കി എക്സാമിനേഴ്സ് ദാറ്റ് അസസ് ദി ഓസ്കി കാൻഡിഡേറ്റ്, അതായത് ഓസ്കിയിലെ സ്റ്റുഡൻസിനെ നോക്കുന്ന എക്സാമിനേഴ്സിനാണ് RN ഓസ്കി എക്സാമിനേഴ്സ് അവർ പറയുന്നത്. സിമുലേറ്റഡ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടേഴ്സ് ആക്ടിങ് ആസ് പേഷ്യൻ്റ്. കുറച്ച് ട്രിക്കിയാണ് ക്വസ്റ്റ്യൻസ് ആനുവൽ. കാരണം ഈ ഐറിഷ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ അകത്തോ അതല്ലെങ്കിൽ UK ഓസ്കിക്കകത്തോ ഇല്ലാത്ത രീതിയിലുള്ള അസാധാരണമായ അഭിനയമാണ് ഈ ഓസ്ട്രേലിയൻ ഓസ്കിക്കകത്ത് കാണിക്കുന്നത്. കാരണം കുറച്ച് പിള്ളേർ കുട്ടികൾ കുറച്ച് ഫ്രൈറ്റൻഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ ഓസ്കി സെനാരിയോയിലോട്ട് വരുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അടുത്ത പേജിലോട്ട് ഞാൻ പോവുകയാണെങ്കിൽ നമുക്ക് കാൻഡിഡേറ്റിൻ്റെ ജേർണി പാത്വേ ആണ്. നിങ്ങൾ എങ്ങനെ ഓസ്കിയിലോട്ട് എത്താം എന്നുള്ളതാണ്. സാധാരണ ഇത് ചെയ്യുന്നത് നമ്മുടെ സാധാരണ ഈ റിക്രൂട്ട്മെൻറ്റ് സെൻറ്റേഴ്സ്, അവരാണ് സാധാരണ ഇത് ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓസ്കിയിലോട്ട് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതൊരു ഫ്ലോ ചാർട്ടായിട്ട് മെൻഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓസ്കി പാസ് ആയി കഴിഞ്ഞാൽ ഇന്റർവ്യൂ രജിസ്ട്രേഷൻ കിട്ടും, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഞാൻ അതിലേക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പോകുന്നില്ല, കാരണം എൻ്റെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അതല്ലാത്തതുകൊണ്ട്. ഇതാണ് എൻ്റെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ, അതായത് അവർ RN ഓസ്കിയിൽ എന്താണ് പ്രതീക്ഷിക്കുന്നതാണ്. അതായത് ഹാൻഡ് ബുക്ക് ഹാസ് ബീൻ പ്രിപ്പയർഡ് to assist eligible candidates who are required to complete the registered nurse and objective structured clinical examination. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് RN ഓസ്കി അല്ലെങ്കിൽ വെറും ഓസ്കി, എല്ലാ ഓസ്കി എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഓവർവ്യൂ ഓഫ് RN ഓസ്കി. അപ്പോൾ അവർ പറയുന്നുണ്ട് RN ഓസ്കി എന്താണെന്ന് ഓവർവ്യൂ പറയുന്നുണ്ട്. RN ഓസ്കി കൺസിസ്റ്റ് ഓഫ് 10 സ്റ്റേഷൻസ്, 10 സ്റ്റേഷൻസ് ഉണ്ട്. that have been developed to test the candidates against the NMBA standards. അപ്പോൾ ഈ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. The OSCE is set in an entry to practice a level that is expected at the registered nurse in Australia. അതായത് ഓസ്ട്രേലിയയിലെ ഒരു BSc നഴ്സിംഗ് പ്രോഗ്രാം, ഗ്രാജുവേറ്റ് നഴ്സിംഗ് പ്രോഗ്രാം പാസ് ഔട്ട് ആകുന്ന ആ സ്റ്റുഡൻറ്റിൻ്റെ ലെവലിൽ വെച്ചിട്ടാണ് ഒരു ഓസ്കി സെറ്റ് ചെയ്യുന്നത്. തന്നെയാണ് അയർലൻഡ് ചെയ്യുന്നത്, തന്നെയാണ് ഓസ്ട്രേലിയ അല്ല UK ചെയ്യുന്നത്. അതുകൊണ്ട് അത് വലിയ സംഭവമൊന്നുമില്ല, വലിയ സീനില്ലാത്ത കേസാണത്.
കാരണം UK ഇത് തന്നെ പറയുന്നു, അവരുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റിൻ്റെ പാസ് ഔട്ട് ആകുന്ന ആ സ്റ്റുഡൻറ്റ് സ്കില്ലാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അയർലൻഡും പറയുന്നത് അവരുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള സ്കില്ലാണ് ചെക്ക് ചെയ്യുന്നത്. ഓസ്ട്രേലിയ അത് തന്നെ പറയുന്നത്. വലിയ കൂടുതൽ സീനുള്ള കേസല്ലത്. ഇനി അതിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കിക്കേ, വാട്ട് ഈസ് RNOSC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. എന്താണ് RNOSC നോക്കിക്കേ? ഇറ്റ്സ് എ റെഗുലേറ്ററി OSCE ആണ് ഇത് പറയുന്നത്. റെഗുലേറ്ററി OSCE എന്ന് പറഞ്ഞാൽ rather than indication of the conducted in that is consistent with all candidates that means. അപ്പോൾ അവരുടെ പറയുന്നത് എന്താണ് റെഗുലേറ്ററി OSCE? ഇത് അവരുടെ എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. കാൻഡിഡേറ്റ്സ് വിൽ നോട്ട് റിസീവ് എനി കോച്ചിങ്. അതായത് നിങ്ങൾക്ക് കോച്ചിങ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഒരു കോച്ചിങ് എടുക്കാതെ നിങ്ങൾ നാച്ചുറലി ബിഹേവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഒരു മാനിക്കൻ ഉണ്ടായിരിക്കും, അതിനൊരു ആക്ടർ ഉണ്ടായിരിക്കും. ഈ ആക്ടറിൻ്റെ അടുത്ത് മാനിക്കൻ്റെ അടുത്തോ നിങ്ങൾ നാച്ചുറലി ബിഹേവ് ചെയ്യാനാണ് പറയുന്നത്. കോച്ചിങ്ങിലെ പ്രോംപ്റ്റിങ്ങോ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഒന്നും ഉണ്ടാകാൻ പാടില്ല. Further explanation of the task required or the feedback from the RNOSC examiners during the or after the OSCE. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പല ട്രെയിനിങ് സെൻറ്റേഴ്സും പല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അതിലൊന്നും കുഴപ്പമില്ല, കാരണം അവരതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ശ്രീലങ്കയിൽ ഒരു നേഴ്സ്, അതല്ലെങ്കിൽ ഒരു പോളണ്ടിൽ ഒരു നേഴ്സ്, അതല്ലെങ്കിൽ നൈജീരിയയിൽ ഒരു നേഴ്സ്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഒരു നേഴ്സ്, ഇന്ത്യയിൽ ഒരു നേഴ്സ്, അതുപോലെ ഫിലിപ്പൈൻസിൽ ഒരു നേഴ്സ്, ബ്രസീലിൽ ഒരു നേഴ്സ്, പോർച്ചുഗലിൽ ഒരു നേഴ്സ്, UK ഒരു നേഴ്സ്. ഈ നേഴ്സ് വന്നിട്ട് അവരുടെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അവരവരുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അല്ലാതെ ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു കൺസിസ്റ്റൻസി ഇല്ല. ഇത് പല ട്രെയിനിങ് സെൻറ്റേഴ്സുകാരും ഈ സ്റ്റുഡൻസിന് മുന്നിൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. അപ്പോൾ പലർക്കും ഈ സ്റ്റുഡൻസ് ആൻഡ് ട്രെയിനിങ് സെൻറ്റേഴ്സ് അവർ സ്റ്റുഡൻറ്റിനെ ഇൻഡിവിജ്വലായിട്ട് അസസ് ചെയ്തിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു OSCE സ്റ്റെപ്പ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ജയിക്കാൻ പറ്റും. അതേസമയം പല ട്രെയിനിങ് സെൻറ്റേഴ്സിന് അവരുടെ കയ്യിലൊരു സംഭവമുണ്ട്, അത് ചെയ്തോളാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പല കുട്ടികൾക്കും പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ലാതെ വരുമ്പോൾ ഈ കുട്ടികൾ ഫെയിൽ ആവുക ചെയ്യുന്നത്. അതുപോലെ ഈ വെള്ളക്കാരുടെ മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ സായിപ്പാൻ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ചില പിള്ളേർക്ക് വെപ്രാളം വരുന്നു. അപ്പോൾ ആ പിള്ളേരെടുത്ത് ആ പിള്ളേരെ എങ്ങനെയാണ് ഈ പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സെൻറ്റൻസ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കമ്പോണൻ്റ്. അവർ 50% സംസാരവും അഭിനയവും, കാരണം അവിടെ ആക്ടേഴ്സ് അഭിനയിക്കുവാണ്. അതുപോലെ തന്നെ നിങ്ങളവിടെ അഭിനയിക്കണം, എന്ത് നേഴ്സായിട്ടും. അതുപോലെ തന്നെ നിങ്ങളവരോട് സംസാരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ആകെ ഫസിൽഡായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് അവരുടെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള സ്കിൽസ്, അവരുടെ എബിലിറ്റി മോഡിഫൈ ചെയ്ത് കൊടുക്കുക. എക്സാക്ട്ലി ഒരു സിസ്റ്റം ഇല്ല. പലരും പറഞ്ഞു, പല കോച്ചിങ് സെൻ്ററുകാർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അവരവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കാണിച്ചു കൊടുക്കുന്നു, അവർ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടാക്കി ജയിപ്പിക്കുന്നതാണ്. ഈ സ്റ്റെപ്പ് വഴി ചെയ്താൽ മാത്രമേ ജയിക്കുകയുള്ളൂ, അങ്ങനെ ഒരു സംഭവമില്ല. ഏത് സ്റ്റെപ്പ് വഴി, ഫോർ എക്സാമ്പിൾ പോളണ്ടിൽ നിന്ന് വരുന്ന നേഴ്സും നൈജീരിയയിൽ നിന്ന് വരുന്ന നേഴ്സും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന നേഴ്സും ഒരേ രീതിയിലാണോ ചെയ്യുന്നത്? അല്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാനിപ്പോൾ ഇതൊരു ഓസ്ട്രേലിയൻ തുടങ്ങിയ കാലം മുതൽ ഓസ്ട്രേലിയൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു നല്ലൊരു എമൗണ്ട് പിള്ളേരെ ജയിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 50-100 ഇടയ്ക്ക് പിള്ളേരെ ജയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആകെ എൻ്റെ അടുത്ത് നിന്ന് തോറ്റു വരുന്ന ആകെ 1-2 കുട്ടികളാണ്, 2 കുട്ടികളാണ് തോറ്റിരിക്കുന്നത്. എൻ്റെ ഇത്രയും എക്സ്പീരിയൻസ്, ഈ 100 പേരെ ഞാൻ ജയിപ്പിച്ചതിൻ്റെ അകത്ത് 2 പിള്ളേരെ എടുത്ത് തോറ്റിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് സക്സസ് റേറ്റ് എൻ്റെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഈ പിള്ളേരുടെ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയും. ഇത് സെയിം സാധനം തന്നെ ഞാൻ അയർലൻഡ് പഠിപ്പിക്കുന്നുണ്ട്. അയർലൻഡിൽ ഒരു 10-200 പിള്ളേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 10-300 പിള്ളേരെ ഞാൻ UK പഠിപ്പിച്ചിട്ടുണ്ട്, UK OSCE. അപ്പോൾ ഈ OSCE വെച്ച് പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുക, ഇതിനൊരു സിസ്റ്റം ഇല്ല. അത് നോൺസെൻസ് ആണ്. അങ്ങനെ ആരും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ഹാവ് ടു ലുക്ക് ഫോർ അനദർ ട്രെയിനർ. അത് വേറെ ട്രെയിനർ എടുത്ത് പോകല്ലാതെ വേറെ രക്ഷയില്ല. കാരണം ചില കുട്ടികൾക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഓസ്ട്രേലിയ പഠിക്കണം, ഓസ്ട്രേലിയൻ രീതിയിലാണ് പ്രാക്ടീസ്, ഓസ്ട്രേലിയൻ രീതിയിലല്ല അത് പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം അവർ ഇൻ്റർനാഷണൽ നഴ്സസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ നഴ്സസ് ഓസ്ട്രേലിയൻ രീതിയൊന്നും അവർക്കറിയില്ല, അവർ പ്രതീക്ഷിക്കുന്നില്ല, അവരുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത്. ഓസ്ട്രേലിയൻ രീതിയിലാണെന്ന് പറഞ്ഞ് പല ട്രെയിനിങ് സെൻറ്റേഴ്സും പബ്ലിസിറ്റി യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നുണ്ട്. പറ്റിപ്പാണ് നടത്തുന്നത്. നിങ്ങളുടെ കാശ് മേടിക്കാനായിട്ട് അവർ ചെയ്യുന്നതിൻ്റെ 4-1 ഫീസിനാണ് ഞങ്ങൾ ഈ സാധനം ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ട്രെയിനിങ് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളുക. അപ്പോൾ ഞാൻ പറഞ്ഞത് അടുത്ത പോയിന്റിലേക്ക് പോകാം. അതായത് കാൻഡിഡേറ്റ്സ് വിൽ നോട്ട് റിസീവ്. അപ്പോൾ നിങ്ങൾ ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യാൻ അവർ പറയുന്നത്. അതായത് നിങ്ങൾ നേഴ്സാണ്, അവരത് ആക്ട് ചെയ്യുന്നു, പേഷ്യൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ആക്ടേഴ്സ് എല്ലാം വേദനയായിട്ട്, അല്ലെങ്കിൽ ശ്വാസം മുട്ടായിട്ട്, അല്ലെങ്കിൽ ആൻസൈറ്റി ആയിട്ട് അവർ ആക്ട് ചെയ്യുമ്പോൾ നിങ്ങളത് ബിഹേവ് ചെയ്യുക, എന്താ നേഴ്സായിട്ട് ബിഹേവ് ചെയ്യുക. അതാണ് അവരുടെ പ്രതീക്ഷ. അടുത്ത നോക്കിക്കേ, OSCE ഈസ് ഓൺ സ്ട്രിക്ട്ലി ഇൻ ടൈം. അതിൻ്റെ അകത്തൊരു ടെക്നിക്കലി ചെറിയ പ്രശ്നം വരുന്നുണ്ട്. കാരണം 2 മിനിറ്റ് റീഡിംഗ് ടൈം നിങ്ങൾക്ക് തരും, അത് കഴിഞ്ഞിട്ട് 8 മിനിറ്റ് നിങ്ങൾക്ക് പെർഫോമൻസ് ടൈം തരും. ഈ 2 മിനിറ്റ് റീഡിംഗ് ടൈം പുറത്താണ് നിങ്ങൾക്ക് തരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡോർ തുറന്ന് അകത്ത് കയറി കഴിയുമ്പോൾ ഒരു സ്റ്റേഷനകത്തുണ്ട്. അവിടെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നിങ്ങളൊരു പേഷ്യൻ്റ് ബിഹേവ് ചെയ്യണം. അപ്പം നാച്ചുറലി ബിഹേവ് ചെയ്യുന്ന, എക്സാമ്പിൾ UK സെനാരിയോ ഇതുപോലെ തന്നെ ചെയ്യുന്നത്. അസം ഐറിഷ് സെനാരിയോ ഇങ്ങനെയല്ല. ഐറിഷ് സെനാരിയോ എക്സാമിട്ട് പറയും, നീ അത് ചെയ്യുക, നീ ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി ചെയ്താൽ മതി, അത് പറയുന്നതിൻ്റെ ബാക്കി ചെയ്താൽ മതി.
അല്ലെങ്കിൽ ഹോസ്റ്റൽ സെനാരിക്കകത്ത് നിങ്ങൾ നാച്ചുറലി ബിഹേവ്. അപ്പം നാച്ചുറലി നിങ്ങൾ പേഷ്യൻ്റ് അടുത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ആസ് ഇഫ് യു ആർ ന്യൂ ടു ദ പേഷ്യൻ്റ് പുതിയതാണെന്ന രീതിയിൽ ഈ പേഷ്യൻ്റ് അടുത്തേക്ക് അപ്രോച്ച് ചെയ്ത് ഇൻട്രഡക്ടറി സെൻറ്റൻസ് ഒക്കെ ചോദിച്ച് അവനുമായിട്ട് ഫ്രണ്ട്ലി ആയി നമ്മൾ ആ പേഷ്യൻറ്റിനെ അടുത്ത് നമുക്ക് നമ്മുടെ പ്രൊസീജിയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യിപ്പിച്ച് ടാസ്ക് ചെയ്യണം. അങ്ങനെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ എക്സ്പെക്ടേഷൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ വെൻ ദി അലോക്കേറ്റഡ് ടൈം ഓഫ് ദി സ്റ്റേഷൻ കംപ്ലീറ്റ്സ് നെക്സ്റ്റ് സ്റ്റേഷൻ. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ഒന്നും തരില്ലെന്ന് അവർ പറയുന്നത്. അതായത് 8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് 2 മിനിറ്റ് ഫോർ എക്സാമ്പിൾ 6 മിനിറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വാർണിംഗ് ബെൽ തരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ എക്സാമ്പിൾ തരും, അല്ലെങ്കിൽ ഒരു സിഗ്നൽ തരും. യൂഷ്വലി വാർണിംഗ് സോ ദാറ്റ് നമുക്ക് 2 മിനിറ്റ് മോറാണ്. അപ്പോൾ മോർ കഴിഞ്ഞിട്ട് നമുക്കത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങിപ്പോകാം. ഇതിൽ ഒരു കമ്പോണൻറ്റ് നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾക്ക് എപ്പോഴും ഡോക്യുമെൻറ്റേഷൻ വെരി ഇമ്പോർട്ടൻ്റ്. എല്ലാ വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സ്, ഇപ്പോൾ UK സ്റ്റാൻഡേർഡ്സ്, ഐറിഷ് സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ കനഡിയൻ സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ ന്യൂസിലൻഡ് സ്റ്റാൻഡേർഡ്സ്, ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സ്, എല്ലാത്തിലും ഡോക്യുമെൻറ്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്ന കാര്യമില്ല, പ്രൊസീജിയർ ചെയ്ത കാര്യമുണ്ട്, പ്രൊസീജിയർ ചെയ്യണം. പക്ഷേ നിങ്ങൾ ആ പ്രൊസീജിയർ ഡോക്യുമെൻറ്റ് ചെയ്തില്ലെങ്കിൽ അവർ ഇത് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്തില്ല. അപ്പം നിങ്ങൾക്ക് ഈ പ്രൊസീജിയർ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്ട്രേറ്റ് അവേ തോറ്റു പോകും. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണ്ട്. അപ്പോൾ അതിനുവേണ്ടി എക്സ്ട്രാ ടൈം ഇല്ല. അപ്പോൾ നിങ്ങൾ പ്രൊസീജിയർ ചെയ്യണം. ആ പ്രൊസീജിയർ അതുപോലെ തന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവർ ഈ റെഗുലേറ്ററി ഓസ്റ്റിക്കകത്ത് ലുക്ക് അറൗണ്ട് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ കാൻഡിഡേറ്റ്സ് വിൽ ബി റിക്വയർഡ് ടു സൈൻ ടേംസ് ഓഫ് എഗ്രിമെൻറ്റ്. അപ്പോൾ അവരുടെ ഒരു ടൈം ഓഫ് എഗ്രിമെൻറ്റ് നിങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് അവരുടെ സീക്രസിയാണ് പറയുന്നത്. അവരൊരിക്കലും റിലീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അവരുടെ ഇൻഫർമേഷൻസ് പുറത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് സീക്രസിക്കകത്ത് പറയുന്നത് കേട്ടോ. പിന്നെ വാട്ട് ഡസ് ഓസ്കി അസസ്? ഈ ഓസ്കി എന്താണ് ലുക്ക് അറൗട്ട് ചെയ്ത് നോക്കിക്കേ. ഇത് സെയിം സാധനം യുകെയുടെ തന്നെ അവർ കോപ്പി ചെയ്തിരിക്കുന്നത് കേട്ടോ. വേറെ പുതുതായിട്ട് ഇവരുടെ ഒന്നുമില്ല. നോക്കിക്കൊള്ളുക. ഈ ചാറൻ അസസ് കാൻഡിഡേറ്റ്സ് എബിലിറ്റി പെർഫോം സ്പെസിഫിക് ക്ലിനിക്കൽ സ്കില്ല് പെർഫോം ചെയ്യുന്നവർ നോക്കുന്നുണ്ട്. എബിലിറ്റി ടു റേഞ്ച് ചെക്ക് പേഷ്യൻറ്റ് വിത്ത് ഹോളിസ്റ്റിക് മാനർ, പേഷ്യൻറ്റ് ഹോളിസ്റ്റിക് കെയർ. ഹോളിസ്റ്റിക് കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഹോളിസ്റ്റിക് കെയർ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹോളിസ്റ്റിക് കെയർ എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ഹോളിസ്റ്റിക് കെയർ എന്ന് വെച്ചാൽ പേഷ്യൻ്റ് ആസ് എ ഹോൾ. അപ്പോൾ ഇവിടെ നമുക്ക് പേഷ്യൻറ്റും അല്ലെങ്കിൽ ആക്ടേഴ്സ് ചില അൺയൂഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് അടുത്ത് മെഡിസിൻ കൊടുക്കാൻ ചെല്ലുമ്പോൾ അവൻ പറയുന്നത് അവന് വേറെ ശ്വാസമുട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കണ്ണാടി വർക്ക് ചെയ്യുന്നില്ല, അവൻ ഇന്നല്ലാത്ത ടോയ്ലറ്റ് പോയപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരിക. അല്ലെങ്കിൽ അവൻ്റെ ഹിയറിംഗ് എയ്ഡ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ ഫാമിലി മെമ്പർ അതിനെ വറീഡ് ആയിരിക്കുക, അവർക്ക് അക്കോമഡേഷൻ ഇല്ല, അല്ലെങ്കിൽ വേറെ സം പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരിക. അത് നിങ്ങൾ മാനേജ് ചെയ്യണം. അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നത്, അവർ പറയുന്നത് നിങ്ങൾ നേഴ്സായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ PR പേഴ്സൺ വിളിച്ചു വരുത്തിയാൽ മതി. എക്സാമ്പിൾ പേഷ്യൻ്റ് ഹിയറിംഗ് എയ്ഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓഡിയോളജിസ്റ്റിനെ വിളിച്ചു വരുത്തിയാൽ മതി, അല്ലെങ്കിൽ ഓഫീസിലേക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ ഫിസിയോതെറാപ്പിസ്റ്റിനെ വിളിച്ചു വരുത്തിയാൽ മതി. അപ്പോൾ അതിനെ വിളിച്ചു വരുന്നെങ്കിൽ അവർ വരുന്നൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഇതൊക്കെ ഫിസിയോതെറാപ്പി അപ്പോയിൻമെൻറ്റ് എൻ്റെ അതിൽ കമ്പാക്ട് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യുക. അത് നിങ്ങളതിങ്ങനെ മാനേജ് ചെയ്യുന്നു, നിങ്ങൾ അതിനെ ഡിസിഷൻ എടുക്കുന്നു. നമ്മൾ ഇന്ത്യൻ സിറ്റുവേഷൻ നമ്മൾ ഒരിക്കലും ഡിസിഷൻ എടുത്തിട്ടില്ല. സമയം അവിടെ നമുക്ക് ഡിസിഷൻ എടുക്കണം. സോ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നു, അതാണ് അവർ ലുക്ക് അറൗണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സം കൺസിഡറേഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. പേഷ്യൻസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് അത് നോക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന പേഷ്യൻ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അത് നോക്കുന്നുണ്ട്. ഫിസിക്കൽ കപ്പാസിറ്റി അതുപോലെ തന്നെ അവർ ഫിസിക്കൽ കപ്പാസിറ്റി എക്സാമ്പിൾ ശ്വാസം മുട്ടായിരിക്കുന്ന പേഷ്യൻ്റ് നിങ്ങൾ സെറ്റിലാക്കുന്നത് എങ്ങനെ, നിങ്ങൾ വിളിക്കുന്നുണ്ടോ, എടുക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ആൻഡ് സപ്പോർട്ട് ദാറ്റ് ദേ ആർ അവൈലബിൾ ടു ദം. അവർക്ക് കിട്ടുന്ന സപ്പോർട്ട്, ഫോർ എക്സാമ്പിൾ പെയിൻ മെഡിസിൻ കിട്ടുന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ പെയിൻ അസസ്മെൻറ്റ് ചെയ്യുന്ന സ്റ്റേഷനിൽ അവർക്ക് അപ്രൂവ് കൊടുക്കുന്നുണ്ടോ. എനി വിഷൻ ഓഫ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, അതായത് പേഷ്യൻ്റ് ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ സംഭവങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വർക്കൗട്ട് ചെയ്യണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് ഏതൊക്കെ സ്കില്ലാണ് അവർ അസസ് ചെയ്ത് പറയുന്നുണ്ട്. ശരിക്കും ഇവർ ആൾക്കാരെ പറ്റിക്കലാണ് നടക്കുന്നത്. കാരണം ഇവർ കുറേ സ്കില്ലുകൾ പറയുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് സ്കില്ല് ചോദിക്കുന്നുണ്ട്. നോക്കിക്കേ, ഈച്ച് കാൻഡിഡേറ്റ് വിൽ ബി ലിസ്റ്റഡ് ഇൻ എ സീരീസ് ഓഫ് പ്രാക്ടിക്കൽ സ്കിൽസ്. ദോസ് മേ ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു എന്ന് പറഞ്ഞാൽ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല പിന്നെയും ചോദിക്കുന്നത്, അവർ സൗകര്യമുള്ളവർ ചോദിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫിസിയോളജിക്കൽ ഒബ്സർവേഷൻ ഉണ്ട്, വൈറ്റൽ സയൻസ് ഉണ്ട്, കാൽക്കുലേറ്റിംഗ് ഡോസേജ് ഉണ്ട്, സബ്ക്യൂട്ടേനിയസ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ഉണ്ട്, സെപ്റ്റിക് നോൺടെസ്റ്റിക് ഉണ്ട്, ഇൻ ഹോസ്പിറ്റൽ റെസിസ്റ്റേഷൻ ഉണ്ട്, സേഫ് ഡിസ്പോസൽ ഓഫ് ഷാർക്ക് ഉണ്ട്, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, വൂണ്ട് കെയർ, ഹാൻഡ് ഹൈജീൻ, തെറാപ്യൂട്ടിക് പേഷ്യൻ്റ് കമ്മ്യൂണിക്കേഷൻ, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ്, പേഷ്യൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ഇൻട്രാവീനസ് തെറാപ്പി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ക്ലിനിക്കൽ എൻവയോൺമെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ ലുക്ക് അറൗട്ട് ചെയ്യുമ്പോൾ അവർ കുറേ അസസ്മെൻറ്റ്, റെസ്പിറേറ്ററി അസസ്മെൻറ്റ്, കാർഡിയക് അസസ്മെൻറ്റ്, അതുപോലെ തന്നെ നമുക്ക് ആൻസൈറ്റി അസസ്മെൻറ്റ്, അങ്ങനെ കുറേ അസസ്മെൻറ്റുകൾ കുറേ സ്റ്റേഷൻസ് അവർ അഡീഷണൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ട്രെയിനർ എടുത്ത് പോവുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സ്റ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അവർ നിങ്ങൾക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ അകത്ത് നിങ്ങളുടെ എബിലിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അവർ ഭയങ്കരമായിട്ട് നോക്കുന്നു. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
റീസെൻ്റ്ലി എൻ്റെ ഒരു കുട്ടി അവിടെ എക്സാം എഴുതാൻ പോയപ്പം ആ കുട്ടിക്ക് ഈ പേഷ്യൻ്റ് ഡിപ്രഷൻ സ്റ്റേജ്, ആ ജെറിയാട്രിക് ഡിപ്രഷൻ സ്റ്റേജ് വെച്ചിട്ട് ഡിപ്രഷൻ ഉണ്ടോ എന്ന് അസസ് ചെയ്യാനായിട്ടാണ് അവർക്ക് കൊടുത്തത്. ഈ ഡോർ തുറന്നകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ 2 പേഷ്യൻസ് അവിടെ ഇരിപ്പുണ്ട്. 2 പേഷ്യൻസിന് 2 ആക്ടേഴ്സ്, ഒരു മമ്മ ആക്ടറും ഒരു ഡോട്ടർ ആക്ടറും. ഈ 2 ആക്ടേഴ്സാണ് പ്രൊഫഷണൽ ആക്ടേഴ്സ്. അപ്പം മമ്മിനാണ് ഡിപ്രഷൻ, അതുപോലെ തന്നെ ഡോട്ടർക്കാണ് മോള്. ഇവർ തമ്മിൽ പരസ്പരം അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക, എന്തോ പ്രശ്നം തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര ഇംഗ്ലീഷിലും അവരുടെ ലാംഗ്വേജിലും അവരുടെ രീതിയിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് വിദേശത്ത് നിന്നൊരു കുട്ടി ഇത് തർക്കത്തിനിടയ്ക്ക് എങ്ങനെ ഇടിച്ച് കയറും. അപ്പം ഞാൻ അവർക്ക് ഓപ്പണിംഗ് സെൻറ്റൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഇവർക്ക് ഇതിനിടയ്ക്ക് ഇടിച്ച് കയറി നിങ്ങളുടെ സമയം, നിങ്ങൾക്ക് 8 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ അവർ ഈ സംഭവം നമ്മൾ പണ്ട് ചൊല്ലുണ്ട്, അതായത് കടലിൽ തിര ഇറങ്ങിയിട്ട് വള്ളം ഇറക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വള്ളം ഇറക്കാൻ നമുക്ക് നടക്കത്തില്ല, അവസാനം തിരയൊട്ട് തീരത്തുമില്ല. അതുപോലെ ഇവരുടെ വഴക്ക് തീരത്തില്ല. അപ്പോൾ നമ്മൾ എനിക്ക് ഇടിച്ച് കയറണം. ഇടിച്ച് കയറുന്ന എക്സാമ്പിൾ ഒക്കെ ഹെൽപ്പ് വാട്ട് സ്ട്രോങ് വിത്ത് യു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടിച്ച് കയറണം. അങ്ങനെ ഇടിച്ച് കയറാൻ ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ വേറൊരു സലാരി ഞാൻ എനിക്ക് ഓർമ്മ വരുന്ന കുട്ടികളോട് പറഞ്ഞത്, ഒരു പേഷ്യൻ്റ് പെയിൻ അസസ്മെൻറ്റ് ചെയ്യുന്നപ്പം ഈ പേഷ്യൻ്റ് അവിടെ മുമ്പോട്ട് കുഴിഞ്ഞ് കട്ടിലെ നിൽക്കുക, എന്നിട്ട് ബമ്മ പിടിച്ചോണ്ട് നിൽക്കുക 2 കൈ കൊണ്ട്, എന്നിട്ട് പറയുക അയ്യോ മൈ ബമ്മി സേക്കിങ്, മൈ ഗോഡ് മൈ ബമ്മി സേക്കിങ് വെള്ളം വെച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മളൊരു കുറച്ച് ഓക്വേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ റൂമിലോട്ട് കയറുമ്പോഴത്തേക്ക് ഒരാൾ ബമ്മം തിരിഞ്ഞ് നമ്മുടെ നേരെ നിൽക്കുന്നു, എന്നിട്ട് ബമ്മ പിടിച്ചുകൊണ്ട് പറയുന്നു ബമ്മി സേക്കിങ് ബമ്മി സേക്കിങ്. നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല, ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി പെയിൻ അസസ്മെൻറ്റ് ചെയ്യണം, ഇങ്ങനെ ഇൻട്രഡക്ടറി സ്റ്റെപ്പുകളൊക്കെ ചെയ്യണോ, എന്ത് ചെയ്യും, എന്ത് അപ്രോച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആകെ ഒരു പരിഭ്രമത്തിലായി പോകും. അപ്പോൾ അത്തരം സനാരിയോയിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ട്രെയിനിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രെയിനിങ് എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആ പ്രൊസീജിയർ മാനേജ്മെൻറ്റ് നിങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻ്റുമായിട്ട് സംസാരിക്കണം. അപ്പം നിങ്ങൾക്ക് അവിടെ വരുന്നത് ഈ ഹോസ്റ്റലിൽ നിന്ന് ഹോസ്റ്റിക്കകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK ഹോസ്റ്റിൽ അയർലൻഡ് ഹോസ്റ്റിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ജോലി കിട്ടിയിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ജോബുണ്ട്, അതുപോലെ നിങ്ങൾക്ക് എംപ്ലോയർ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ എംപ്ലോയർ നിങ്ങൾക്ക് ചിലപ്പം UK ആണെങ്കിൽ അവർ 3-4 മാസമൊക്കെ അവിടെ വർക്ക് ചെയ്ത് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടാണ് വരുന്നത്. അയർലൻഡ് ആണെങ്കിൽ ട്രെയിനിങ് ഒന്നും കിട്ടുന്നില്ല, പക്ഷേ നിങ്ങൾ വെള്ളക്കാരുമായി ഡീൽ ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അതേസമയം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വിമാനം കയറി അവിടെ ചെന്ന് നിങ്ങൾ എക്സാം എഴുതി തിരിച്ചു പോകുക. അപ്പോൾ ഈ വെള്ളക്കാരുള്ളതെന്ന് പറയുമ്പോൾ അവരുടെ സെൻറ്റൻസും സ്ലാങ്ങും ഒക്കെ പിടിച്ചു വരാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ BBC കേൾക്കണം, CNN കേൾക്കണം. ഈ BBC CNN പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഇംഗ്ലീഷ് എന്ന് പറയും. ന്യൂട്രൽ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ സ്ലാങ് കംപ്ലീറ്റ് ഒഴിവാക്കി അവരെ ട്രെയിൻ ചെയ്ത് സ്ലാങ് കംപ്ലീറ്റ് ഒഴിവാക്കി ഏത് രാജ്യക്കാർക്കും ഏത് നാഷണാലിറ്റീസിനും മനസ്സിലാക്കാൻ പറ്റുന്ന ഇംഗ്ലീഷാക്കി മാറ്റിയിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു സ്ലാങ്ങും ഇല്ല. അപ്പോൾ അത്തരം ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചുകൊണ്ട് അവിടെ ചെന്നാൽ നിങ്ങൾ 8 നില പൊട്ടതേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് അല്ല അവർ ചോദിക്കുന്നത്. അവർ പറയുന്നു അവിടുത്തെ ഇംഗ്ലീഷ്. ഇപ്പോൾ എക്സാമ്പിൾ ഇത് അഡിലേഡിലാണെങ്കിൽ അഡിലേഡിലെ ലോക്കൽ ഇംഗ്ലീഷ് ഉള്ള ആൾക്കാരാണ് അവർ ആ സ്ലാങ് അവർ യൂസ് ചെയ്യുന്നത്. അത്ര സ്ലാങ് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കൂടുതൽ സമയമെടുക്കും. 8 മിനിറ്റ് ടൈം ഫ്രെയിം ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കുക സോറി പാർഡൺ മീ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡിഫിക്കൽറ്റി വരും. കാരണം നിങ്ങൾക്ക് സമയം പോകുന്നു, അവരാകെ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു, നിങ്ങൾ വേർത്ത് കുളിക്കുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ സ്ലാങ് നിങ്ങൾ മനസ്സിലാക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ അകത്ത് അവർ ലുക്ക് അറൗണ്ട് ചെയ്യുന്നു. അതുപോലെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, അത് നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാക്കും. കുറേ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. കാരണം ഒത്തിരി ആക്ടേഴ്സ് ഈ സ്റ്റേഷനകത്തുണ്ട്. ഇപ്പോൾ UK ഒത്തിരി സംഭവങ്ങൾക്കകത്ത് മാനിക്കലാണ് വരുന്നത്. മാനിക്കിന് വേണ്ടി പ്രോംപ്റ്റ് ചെയ്യുന്നത് എക്സാമിൻ്റെ. അപ്പോൾ എക്സാമിനാകുമ്പോൾ ഒരു പ്രൊഫഷണലാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സിനെ കൊണ്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ അവരുടെ ഓസ്ട്രേലിയൻ സ്ലാങ് അവരുടെ ലോക്കൽ സ്ലാങ്ങിൽ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹാർഡ്നെസ് വരാൻ സാധ്യതയുണ്ട്. അത് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇനി അടുത്തത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. സിമുലേറ്റഡ് പേഷ്യൻ്റ് മാനിക്കുന്ന അവിടെ പേഴ്സൺ പ്ലേയിങ് ആസ് സെക്കൻഡ് നേഴ്സ് ഒക്കെ നാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന അവരുമായിട്ടൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവിടെ സെക്കൻഡ് നേഴ്സ് ചെക്ക് ഉണ്ട്. ഒത്തിരി മെഡിസിൻസ് ഇഞ്ചക്ഷനൊക്കെ എല്ലാം സെക്കൻഡ് നേഴ്സ് ചെക്കാണ്. അതുപോലെ തന്നെ ചില ഓറൽ മെഡിസിൻസ് സെക്കൻഡ് നേഴ്സ് ചെക്ക് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് നേഴ്സിനെ വീട്ടിൽ വിളിക്കണം. അപ്പോൾ അവർ വരുത്തൊന്നുമില്ല, നിങ്ങൾ സെക്കൻഡ് നേഴ്സിനെ വിളിക്കണം. അതെങ്ങനെ വിളിക്കും എന്നൊരു പ്രശ്നം വരും. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കുട്ടി ഒരു UK ഒരു നേഴ്സായിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ നഴ്സിംഗ് ഹോമിൽ നടന്ന ഒരു ഫണ്ണി സ്റ്റോറി എടുത്ത് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണ്, ഒരു ഡിമെൻഷ്യ പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ ചില സമയത്ത് വയലൻ്റ് ആവും. വയലൻ്റ് ആയി കഴിയുമ്പോൾ ആൾക്കാരെ ചേസ് ചെയ്യുകയോ ഓടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ആൾക്കാർ ഈ വെള്ളക്കാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർ പറയും എസ്കേപ്പ് എന്ന് പറയും. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് രക്ഷപ്പെടുക, രക്ഷപ്പെടാൻ. അപ്പോൾ എല്ലാവരും ഓടിക്കളയും. അപ്പോൾ ഇതിൽ ഒരു പുതുതായിട്ടൊരു സ്റ്റുഡൻറ്റ് അവിടെ വന്നു, ഒരു മലയാളി സ്റ്റുഡൻറ്റാണ്. അപ്പോൾ മലയാളി സ്റ്റുഡൻറ്റ് അവിടെ വന്നപ്പോൾ ഈ മലയാളി സ്റ്റുഡൻറ്റ് അവനിത് ഈ സ്ലാങ് മനസ്സിലായില്ല. അവനോട് കൊണ്ടുവന്നു, ഇവൻ ഓടി വന്നിട്ട് ഇവനെ പിടിച്ചിട്ട് ശരിക്കും ഇടിക്കുകയും തുടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഹെൽപ്പ് വിളിക്കുന്ന എങ്ങനെയാണെന്ന് ഇവന് അറിയത്തില്ല. അപ്പോൾ വെള്ളക്കാർ ഹെൽപ്പ് വിളിക്കുന്നത് ഹെൽപ്പ് 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 എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് വിളിക്കുന്നത് അതും ഇവനറിയത്തില്ല. അപ്പോൾ എന്താ ഈ
ഇവൻ അയ്യോ ഒളിവായോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പല കാര്യമുണ്ട്. അവൻ വെള്ളക്കാർക്ക് അറിയത്തില്ല. പക്ഷെ അവനറിയാവുന്നതിനകത്ത് അയ്യോ ഒളിവായോ രക്ഷിക്കോ എന്ന് വിളിച്ചു പോയി. അപ്പോൾ അത് അവിടെ കണ്ട് ഒരു മലയാളി നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ മലയാളത്തിൽ ഒരു ഹെൽപ്പൂളി കേൾക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ കേട്ട് അന്വേഷിച്ച് വിളിച്ചു. വന്നപ്പോഴത്തേക്കും ഇവനെ പിടിക്കുക. അപ്പോൾ പിന്നെ ഓടി വന്ന ആളെ കൂട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി. കുറച്ച് അതിശയോക്തിപരമായിട്ടുള്ള ഒരു സ്റ്റോറിയും കൂടിയാണ്, പക്ഷെ നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമുക്കിവിടെ ഈ കമ്മ്യൂണിക്കേറ്റ് സ്ട്രാറ്റജിക്കകത്ത് വരും. കാരണം പേഷ്യൻ്റ് ഒന്ന് പറയുന്നു, അർത്ഥം ഒന്ന് പറയുന്നു, സിമുലേറ്റർ മാനിക്കറ്റിന് വേണ്ടി എക്സാമിൻ്റെ വേറെ പ്രോബ്ലം കൊടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ച് പ്രതികരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റത്തില്ല. എത്ര ട്രെയിനിങ് എടുത്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഓസ്ട്രേലിയ ചെന്നിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ ഈ പറയുന്ന ഈ മലയാളീസൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അവർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതായത് ഓസ്ട്രേലിയൻ നേഴ്സിംഗ് അവരെ ചോദിക്കുന്നില്ല. ഓസ്ട്രേലിയ അത് ഇന്റർനാഷണൽ നഴ്സിന് വേണ്ടിയുള്ള എക്സാമിനേഷനാണ്. അവർ ഓസ്ട്രേലിയയിലല്ല അവർ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്ന അവരുടെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ വേറൊരു തമാശ ഫണ്ണി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഓസ്ട്രേലിയൻ ഹോസ്പിറ്റലുകളൊന്നും പ്രോപ്പറായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഒന്നും മീറ്റ് ചെയ്യുന്നില്ല. അവിടെ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ഡയലോഗ് മാത്രമേ ഉള്ളൂ, ഇത് UK സ്റ്റാൻഡേർഡിനേക്കാൾ ഒക്കത്തിൽ താഴാണ് കിട്ടിയത്. UK സ്റ്റാൻഡേർഡ് തന്നെ വളരെ കുറവാണ്, അതിനേക്കാളൊക്കെ സ്റ്റാൻഡേർഡ് കുറവാണ് ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാനുള്ള ഇവരുടെ ക്രെഡിബിലിറ്റി അത് നിങ്ങളൊന്ന് അസസ് ചെയ്യുന്നപ്പോൾ നല്ലതായിരിക്കും. റീസെൻ്റായിട്ട് അതുകൊണ്ട് അത്തരം ട്രെയിനിങ് സെൻറ്ററിലൊക്കെ ബെറ്റർ പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് എക്സാം സെൻറ്റർ ഇവിടെ ലൊക്കേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എക്സാം സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുന്ന അഡിലേഡിലാണ്. ഞാൻ പറഞ്ഞത് ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെയുള്ളത് നമുക്ക് ഓസ്കിയുടെ എക്സാം ഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ കാൻഡിഡേറ്റ് ബുക്കിംഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചേഞ്ചിങ് ദ ഷെഡ്യൂൾ എക്സാമിനേഷൻ, പിന്നെ കാൻഡിഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ, ഞാൻ അതിനൊക്കെ പോകുന്നില്ല. പക്ഷേ ഞാൻ പ്രധാനമായിട്ട് ഞാൻ പറയുന്നത്, ഫർദർ ഡൗണിലോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എങ്ങനെ ഓസ്കി എക്സാം അസസ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് അവരുടെ ഓസ്കി സിമുലേഷൻ ലാബിൻ്റെ പിക്ചർ കാണിക്കുന്നത്. അപ്പോൾ മാനിക്കലിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇങ്ങനെ ഒരു റൂമാണ് കിട്ടുന്നത്, ക്ലാസ് റൂമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ പുറത്താണ് നിങ്ങൾ സ്ക്രീൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, സി ലുക്ക് അറൗണ്ട് ഹിയർ. ഒരു മിനിറ്റ്, ഞാൻ അതിലിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതുപോലെ ഓരോ സ്റ്റേഷൻസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേഷൻ്റെ അകത്ത് പ്രത്യേകത ഇത് കണ്ടോ, അതായത് നമുക്ക് നോക്കിങ്ങനെ റൂം കിട്ടും, ഒരു മാനിക്കലും കിട്ടും. മാനിക്കൽ പല സ്റ്റേഷനിൽ മാനിക്കൽ റീസെൻ്റ്ലി മൊത്തം ചോദിക്കുന്നത് നിങ്ങളോട് ആക്ടേഴ്സ് ആയിരിക്കുന്നു. ഒരു ആക്ടർ മാത്രമേ 2 ആക്ടറൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ആക്ടേഴ്സായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കുന്ന പക്കാ ഓസ്ട്രേലിയൻ സ്ലാങ്ങിലാണ് സംസാരിക്കുന്ന, സ്ലാങ് ക്ലിയറൈസ് ചെയ്യണം. അതുപോലെ ഓപ്പണിംഗ് സെൻറ്റൻസ് നിങ്ങൾക്ക് പേഷ്യൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. കാരണം പേഷ്യൻറ്റിനോട് സംസാരിക്കത്തില്ല, നിങ്ങൾ പേഷ്യൻ്റായിട്ട് സംസാരിക്കണം, ഇടിച്ച് കയറി സംസാരിക്കണം. അപ്പോൾ ഇടിച്ച് കയറാനുള്ള ഒരു കഴിവ്, ഒരു കോമ്പിറ്റൻസി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ട്രെയിനിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ അത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരാഴ്ച ഓൺലൈൻ പഠിപ്പിച്ച് ഒരാഴ്ച അവിടെ പോയിട്ട് ഇത് തട്ടിക്കൂട്ട് കാണിച്ചു തന്നാൽ നിങ്ങൾ തിരിച്ചു വരാനുള്ള കഴിവുണ്ടാകുന്ന നിർബന്ധമില്ല. പിന്നെ ഉള്ള സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കാൻ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പലരും ഈ ഫെസിലിറ്റി ഒക്കെ കാണിക്കും, ഈ ഫെസിലിറ്റിക്കൊന്നും ഒരു കാര്യമില്ല. ഫെസിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ സംഭവം, അതായത് അവർ വിദേശ നഴ്സുമാർക്ക് വേണ്ടിയാണ് നടത്തുന്നത്, അല്ലാതെ സ്വദേശ നഴ്സുമാർക്ക് വേണ്ടിയല്ല. അപ്പോൾ വിദേശ നഴ്സുമാർ അവരുടെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അവരുടെ സേഫ്റ്റി ഉണ്ടോ എന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ, വേറെ നോക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് അവർ തരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ റൂമിൻ്റെ കാര്യം ഞാൻ പറയാൻ പോയത്. അവർക്ക് ഇങ്ങനെ റൂമാണ്, ABCDC എന്ന് പറഞ്ഞ റൂംസാണ് നമുക്ക് വന്നിരിക്കുന്നത്. പുറത്ത് ടാബ്ലറ്റിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്റ്റർ തരും, കസേര ഇരുന്ന് വായിക്കുക, 2 മിനിറ്റ് കഴിയും ബെല്ലടിക്കുക. ചില സ്റ്റുഡൻസ് എനിക്ക് ഫീഡ്ബാക്ക് തന്നിരിക്കുന്നത്, അവർക്ക് ബെല്ല് 2 മിനിറ്റിന് മുമ്പ് തന്നെ ബെല്ലടിക്കും, 1.5 മിനിറ്റോ 1.25 മിനിറ്റ് ആകുമ്പോഴൊക്കെ ബെല്ലടിക്കും എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അകത്തൊരു പേപ്പറിൽ ഇത് പ്രിൻറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ സ്ക്രിപ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം അവസാന ഭാഗത്തായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ടാസ്ക് ഉണ്ട്, നിങ്ങൾ വായിച്ച് നോക്കണം. നിങ്ങൾ സമയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു പ്രസക്തി. പക്ഷേ നിങ്ങൾ പ്രഷറിലായിരിക്കും, ടെൻഷനിലായിരിക്കും, പക്ഷേ നിങ്ങൾ വായിച്ച് നോക്കണം, എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് നോക്കണം, എന്നിട്ട് അകത്ത് കയറാവുള്ളൂ. അപ്പോൾ എനിക്കൊരു കുട്ടി റീസെൻ്റായിട്ട് പറഞ്ഞു, ആ ടാസ്ക് പോലും മെൻഷൻ ചെയ്യാതെ അകത്തേക്ക് തട്ടിപ്പാണ് ചെയ്യുന്നത്, അകത്തേക്ക് കയറ്റി വിടുവാണ്. എന്നിട്ട് അകത്ത് ചെയ്തിട്ട് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അകത്ത് ഒരു അമ്മച്ചി എന്തൊക്കെയോ നോൺസെൻസ് ഭ്രാന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭ്രാന്തൊക്കെ വിളിച്ച് പറയുന്ന ഈ കുട്ടി ഏകദേശം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഹൈപ്പോ അടിച്ചിരിക്കുകയാണ്, ബ്ലഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ലുക്ക് അറൗണ്ട് ചെയ്യാണ്ടിരിക്കുന്ന ആർട്ടിക്കൽസ് സംഭവമൊക്കെ നോക്കുവാണെങ്കിൽ അവർക്ക് എന്നാ കുഴപ്പമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ പറയിപ്പിക്കാം. പക്ഷേ നമുക്ക് നല്ല ട്രെയിനിങ് എടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് പ്രസ്ഥാനങ്ങളൊക്കെ അവർ തട്ടിപ്പ് പരിപാടികളൊക്കെ അവർ സ്റ്റേഷനകത്ത് കാണിക്കുന്നുണ്ട്. സ്റ്റുഡൻസിനെ എങ്ങനെ പറ്റിക്കാമെന്നുള്ളതിനെക്കുറിച്ച്. പക്ഷേ UK അങ്ങനെ ചെയ്യുന്നില്ല, അയർലൻഡ് അങ്ങനെ ചെയ്യുന്നില്ല. ഒരു കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഇന്ന ചെയ്യണം എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുക. അവരങ്ങനെയൊന്നും അല്ല കയറ്റി വിടുന്നത്. അപ്പോൾ അത് ഇതിനകത്ത് കുറച്ച് ഡിഫിക്കൽട്ടി നിങ്ങൾ ഫീൽ ചെയ്യും. അപ്പം അതൊരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിത് 3 ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാനിത് പറയുകയാണ്. കാരണം ഞാൻ ഇതൊക്കെ 3 കുട്ടികളെ ഞാൻ ഓസ്ട്രേലിയയിൽ ജയിച്ചു വിട്ടിട്ടുണ്ട്.
ഞങ്ങളിപ്പോൾ ന്യൂസിലൻഡ് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 ചെയ്യുന്ന വ്യക്തി ഇതന്നെയാണ് ഈ 3 ചെയ്യുന്നത്. ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികളിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നത് ഞാൻ പറയാറുണ്ട്. അവർക്ക് നിങ്ങൾക്ക് ഒരു നല്ല ട്രെയിനിങ് കൊടുത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് പാസ്സാകാം. ഓസ്ട്രേലിയൻ രീതി ഒന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ ഇൻ്റർനാഷണൽ ക്ലാസ്സാണ്, നിങ്ങൾക്ക് അതിന് പോകേണ്ട ആവശ്യമില്ല. അവർ ഓസ്ട്രേലിയൻ രീതി അല്ല ചോദിക്കുന്നത്, അവർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിനെയാണ് അസസ് ചെയ്യുന്നത്. അവരുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പാസ്സാകാം. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ ആണ് എനിക്ക് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഇതാണ് അവരുടെ ടാബ്ലറ്റ് അവർ മെൻഷൻ ചെയ്ത് തരുന്നത്. ഇങ്ങനെ ടാബ്ലറ്റ് തരും, ടച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ കുറച്ച് പ്രിന്റ് ചെയ്ത പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് വെച്ച് തരുന്നുണ്ട്. നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഓസ്ട്രേലിയൻ ഓസ്കിയുടെ നമ്മുടെ ഹാൻഡ് ബുക്കിലാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഹാൻഡ് ബുക്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, അതായത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട പോയിന്റ്സ് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് അത് വലിയ കുറേ പേജസ് എഴുതിയിട്ടുള്ള ഒരു ഹാൻഡ് ബുക്കാണ്. മജോറിറ്റി യുക്കെയുടെ കോപ്പി വെച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് വലിയ കമ്പോണൻസിൽ ഇത്രയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജയിക്കാം. നിങ്ങൾ ടൈം മാനേജ് ചെയ്തിട്ട് അതിനകത്ത് കയറി പ്രാക്ടീസ് പെർഫോമൻസ് ചെയ്യുമ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് ജയിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രെയിനിങ് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനോ ഓഫ്ലൈനോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യും. ഇന്ത്യയിൽ ഓൺലൈൻ ട്രെയിനിങ് നടത്തുന്ന ഏക സെൻറ്റർ ഞങ്ങളുടെ സെൻറ്ററാണ്. ഇന്ത്യയിലെ ഏക ഓസ്ട്രേലിയൻ ഓസ്കി ട്രെയിനർ ഞാനാണ്, വേറെ ആരുമില്ല. അതുപോലെ തന്നെ ഓൺലൈനും ഓഫ്ലൈൻ ട്രെയിനിങ് നടത്തുന്നത് ഞാൻ തന്നെയാണ്. ഏകദേശം ഒരു 100ഓളം കുട്ടികളെ ഞങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് 100 കുട്ടികൾ ഇതിൻ്റെ താഴെ 2 പേര് മാത്രമേ എനിക്ക് ഫെയിൽഡ് ആയിരുന്നു. ആ കുട്ടികൾ 5 6 സ്റ്റേഷനൊക്കെ ജയിച്ചായിരുന്നു. 95% വരെ ഇത് 50% പാസ് പെർസെൻറ്റേജ്. അവരുടെ 95% വരെ സ്റ്റേഷനിൽ നിന്നിട്ടുള്ളതായിരിക്കും. ഞാൻ അത്രയ്ക്ക് ഹൈ ലെവലിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുറച്ച് സ്റ്റാൻഡേർഡ് സ്ലിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾ 50 താഴോട്ട് പോകത്തില്ല. കാരണം ഞാൻ വെൽ അബോവ് സ്റ്റാൻഡേർഡിലാണ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഒന്ന് സ്ലിപ്പ് ചെയ്ത് പോയാൽ എനിക്ക് ടെൻഷൻ കാരണം സ്ലിപ്പ് ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ സ്റ്റെപ്പ് മറന്നു പോകുന്നു, കുഴപ്പമില്ല. കാരണം നിങ്ങൾക്ക് വെൽ അബോവിലാണ് നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നത്. കുറച്ച് സ്ലിപ്പ് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് നിങ്ങൾ 50 താഴോട്ട് പോകത്തില്ല. സോ പല സെൻറ്ററും വളരെ ബേസിക് ആയിട്ട് 50 ഇട്ട് പഠിപ്പിച്ചു പോകുന്നു. വേറെ മിനിമത്തെയാണ് പഠിപ്പിക്കുന്നത്. വേറെ മിനിമം സ്റ്റെപ്പ് ഇട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് സ്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 50 താഴെ പോകും, നിങ്ങൾ വീട്ടിൽ പോകും. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം അവർക്ക് അതിനെപ്പറ്റി ഐഡിയ ഇല്ല. കാരണം ഞാനിത് UK സെനാരിയോയും ഐറിഷ് സെനാരിയോ പഠിപ്പിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഇന്നത്തെ ഇതിൻ്റെ അത് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ബേസിക്കലി ഓസ്ട്രേലിയൻ ഓസ്കിക്ക് പോകുന്ന ആൾക്കാർക്ക് എൻ്റെ വീഡിയോയ്ക്കകത്ത് ഒരു ഇൻഫർമേഷൻ ബേസിക് ആയിട്ട് കിട്ടിയെന്നുള്ളതാണ് വിശ്വാസം. ഞാൻ കുറച്ച് വീഡിയോസും കൂടെ സീരീസ് ആയിട്ട് ഇടുന്നുണ്ട് ഓസ്ട്രേലിയൻ ഓസ്കിയെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫർദർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ 3 ഓസ്കിയെക്കുറിച്ചും CBT-യെക്കുറിച്ചും ഞാൻ വീഡിയോയ്ക്കകത്ത് ഇടുന്നുണ്ട്. അതായത് UK ഓസ്കി ഉണ്ട്, അയർലൻഡ് ആപ്റ്റിൽ ഉണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓസ്കി ഉണ്ട്. ഞങ്ങൾ ന്യൂസിലൻഡ് ഓസ്കി റീസെൻ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് ന്യൂസിലൻഡ് ഓസ്കി വരാൻ സാധ്യതയുള്ളതെന്നാണ് ഞങ്ങളുടെ അസംഷൻ. പക്ഷേ ഇതുവരെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂസിലൻഡ് ഓസ്കി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 3 ഓസ്കി കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, CBT ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുന്നത്. 3 ഓസ്കി മറ്റേതായിട്ട് കമ്പയർ ചെയ്ത് എനിക്ക് പറയാൻ പറ്റും. ഇത് എല്ലാം യുക്കെയുടെ കോപ്പി വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ സെൻറ്റൻസും ഈ സ്റ്റെപ്പും ഈ പ്രൊസീജിയർ പ്രോട്ടോക്കോൾ എല്ലാം യുക്കെയുടെ കോപ്പി വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. പക്ഷേ കുറച്ച് സ്കെയിൽ ഡൗൺ ചെയ്തിരിക്കുന്നത്. കാരണം UK ചെയ്യുന്നത് പല ടൈമിങ്ങിലാണ് 6 മിനിറ്റ് 21 മിനിറ്റ് വരെ ചെയ്യുന്നുണ്ട്. അതേസമയം ഓസ്ട്രേലിയ ചെയ്യുന്നതല്ല 8 മിനിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്റ്റെപ്പ് കാത്തിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു രക്ഷയാണ്. കാരണം നമുക്ക് ആ ലെവലിൽ പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ജയിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇനി ഫർദർ വരുന്നതായിരിക്കും. So thank you very much for listening to this video, and we will see you on next video. Thank you very much.